ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 145 അധ്യായം അതിൻ്റെ ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി നിൻ്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിൻ്റെ അത്ഭുതകാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിൻ്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിൻ്റെ മഹിമയെ വർണ്ണിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ജനത്തോട് സംസാരിക്കും. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ, കുടുംബത്തിൻ്റെ ശാപാവസ്ഥകൾ മാറട്ടെ, രോഗ അവസ്ഥകൾ മാറട്ടെ, കടഭാര അവസ്ഥകൾ മാറട്ടെ. കർത്താവെ, അനേക വ്യക്തി ജീവിതങ്ങൾ നീറുന്ന അവസ്ഥയിലിരിക്കുന്നവരുണ്ട്, ഭാരപ്പെടുന്ന അനുഭവത്തിലുണ്ട്. കർത്താവെ, ജനത്തെ മുഴുവനും സമർപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. കുടുംബ മണ്ഡലങ്ങളെ, അസമാധാനങ്ങളെ കൊണ്ടുവരുന്ന കേൾക്കുന്ന വ്യക്തിമണ്ഡലങ്ങളിൽ ഭയത്തെ കൊണ്ടുവരുന്ന, ഭയത്തെ ഉളവാക്കുന്ന, ഭയത്തിൻ്റെ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ, സാത്താനിക ശക്തികൾ, വാഴ്ചയുടെ അധികാര ദുരാത്മ മണ്ഡലങ്ങൾ എല്ലാം നസ്രീനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യു കമാൻഡ് ഹിം ഇൻ ദ നെയിം ഓഫ് ജീസസ്. അൽബറോക്കോ നാസ ധീഷൽ ബയാന്തോറിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിമറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹാധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ദാവീദിന് പറയുവാൻ പറ്റുന്നത്, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, വെല്ലുവിളിയുടെ അനുഭവങ്ങൾ, മക്കളാലുള്ള നിന്ദനകൾ, സുഹൃത്തിനായുള്ള ഒറ്റപ്പെടലുകൾ, ഒറ്റപ്പെടുത്തുന്ന അനുഭവം, ചതി പറ്റുന്ന അനുഭവം ഇതിനെല്ലാം കൂടെ സഹായിച്ച ഒരു ദൈവമുണ്ട്. അനേക വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ, അനേക പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കൂടെ നിന്ന് സഹായിച്ച ഒരു ദൈവമുണ്ട്. ദാവീദിന് പറയുവാൻ പറ്റും, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്കും ദാവീദിനെ പോലെ ആ സർവ്വത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ നമുക്കൊന്ന് വാഴ്ത്തുവാൻ സാധിക്കുമോ? കർത്താവേ, ഞാൻ ശൂന്യ അവസ്ഥയിലായിരുന്നു, ഞാൻ ഒന്നുമില്ലാതിരുന്നതിൽ എന്നെ ഇത്രത്തോളം ഉയർത്തിയ ദൈവമേ. എൻ്റെ ജീവിതത്തിൽ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവെ, അവിടുന്ന് എനിക്ക് വാഹനങ്ങളെ, 4 വീലറിൻ്റെ വലിയ വാഹനങ്ങളെ തന്നു. നമുക്ക് ദാവീദിനെ പോലെ ഒന്ന് വാഴ്ത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ നന്ദിയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ നമ്മൾ മറന്നു ജീവിക്കുന്നവരായല്ല,
ദാവീദിനെ പോലെ ഓർത്ത് ജീവിക്കുവാൻ, നമ്മുടെ ഓരോ ആരാധനകളും ഓരോ പ്രാർത്ഥനകളിലും ഓരോ ചർച്ചിൽ കടന്നു പോകുമ്പോഴുള്ള, ദേവാലയത്തിൽ കടന്നു പോകുമ്പോഴുള്ള ഓരോ ആരാധനയിലും നമ്മളെ നടത്തിയ ദൈവത്തെ നമ്മൾ ഓർത്ത് ആരാധിക്കുവാൻ നന്ദി പറയുന്നവരായി, ദാവീദിനെ പോലെ സ്തുതി പറയുന്നവരായി, മഹത്വമർപ്പിക്കുന്നവരായി മാറണം. അവിടെ നമ്മളെ ഉയർത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച വേളയിൽ, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, എൻ്റെ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും എൻ്റെ മാതാപിതാക്കളും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നോട് ചേർത്തണച്ച ഒരു ദൈവം, എനിക്ക് അഭിഷേകം നൽകിയ ദൈവം, എന്നെ കരുതിയ ദൈവം, എൻ്റെ ഭവനക്കാർ ഇവനൊരു ആടിനെ മേയ്ക്കുന്നവനാണ് എന്ന്, വിദ്യാഭ്യാസമില്ലാത്തവനാണെന്ന് നിസ്സാരനായി എഴുതി തള്ളിയപ്പോൾ അവിടെ മാറോടണച്ച ഒരു ദൈവം, അപ്പനും അമ്മയും, ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, എന്നാൽ എൻ്റെ മാറോടണച്ച എൻ്റെ ദൈവം യഹോവ എൻ്റെ രാജാവ്. ദാവീദിന് ഒരുപാട് പറയുവാനുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ നടത്തുന്ന ദൈവത്തെ, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നീ പണ്ട് ഒരു ചെറിയ പെട്ടിയായി നീ യൂറോപ്പിൽ വന്ന വ്യക്തിയാണ്, നീ ചെറിയ ഒരു പെട്ടിയായി ഗൾഫിൽ വന്ന വ്യക്തിയാണ്. എന്നാൽ നിൻ്റെ സാഹചര്യങ്ങളെ എല്ലാം മാറ്റി അവൻ സമൃദ്ധി നൽകി. നീ ആ ദൈവത്തെ ദാവീദിനെ പോലെ നിനക്ക് നാൾതോറുമൊന്ന് ആരാധിക്കുവാൻ, നാൾതോറും അവൻ നടത്തിയ വഴികളെ ഓർത്ത് നീ മഹത്വം അർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ മാതാപിതാക്കളെ, അതോ ഇന്ന് നമ്മൾ തിരക്കിലാണോ? ദൈവത്തെ, നമ്മളെ നടത്തിയ ദൈവത്തെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? അതോ നമ്മൾ തിരക്കിലാണോ? എന്നാൽ ആ തിരക്കുകളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നീ ദാവീദിനെ പോലെ നിനക്ക് സമൃദ്ധി നൽകിയ ആ ദൈവത്തെ, നിന്നെ ഉയർത്തിയ ആ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നാൾതോറും, എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നീ നാൾതോറും നീ അവനെ പുകഴ്ത്തിയാൽ, നീ അവനക്ക് സ്തുതി നൽകിയാൽ, നിശ്ചയമായി ചില ഉയർന്ന വ്യക്തിമണ്ഡലങ്ങൾ, ചില കടഭാരത്തിലിരിക്കുന്ന വ്യക്തിമണ്ഡലമേ, പല കടഭാരത്തിലും നിൻ്റെ ശൂന്യാവസ്ഥയിലേക്ക് പോകുവാൻ ഒന്നാമത്തെ കാരണം നീ നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് ജീവിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് അതൊന്ന് ഏറ്റെടുത്ത്, കർത്താവേ, അങ്ങനെ നടത്തിയ വഴികൾ ഞാൻ മറന്നു ജീവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുറവുകളെ പരിഹരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആര് പറയുന്നുവോ അവരുടെ അഭിഷേകത്തിൻ്റെ മേൽ സമൃദ്ധി നൽകുന്ന, അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. നിൻ്റെ പാപം കടുചുമപ്പാണെങ്കിലും നീ ദൈവസന്നിധിയിൽ ഇന്ന് ഒന്ന് അപേക്ഷിക്കുവാൻ തയ്യാറെടുത്താൽ നിശ്ചയമായി നിൻ്റെ പോയ ശൂന്യാവസ്ഥകൾ, നിൻ്റെ കടഭാരങ്ങളെ മാറ്റി നിന്നെ ദേശത്ത് ഉയർത്തുമെന്ന് ചില തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളോട്, ചില ബിസിനസ് മേഖലകളിൽ തകർന്ന് അവസ്ഥയിലിരിക്കുന്ന, കടഭാരത്തിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ വന്ന വഴികളെ മറന്ന് ഇത്ര നാൾ ജീവിച്ചു. എന്നാൽ ഈ ദിവസം ദൈവസന്നിധിയിൽ ഒന്ന് സലണ്ടർ ചെയ്താൽ, ദാവീദിനെപ്പോലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, നീ നാൾതോറും എന്നെ നടത്തിയ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു, മഹത്വമർപ്പിക്കുന്നു എന്ന് നിനക്ക് പറയുവാൻ, നിൻ്റെ പാപത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നിനക്ക് സമൃദ്ധി നൽകുമെന്ന് ചില കുടുംബങ്ങളോട്, ചില ബിസിനസ് തകർന്നിരിക്കുന്ന വ്യക്തികളോട്, ചില കടഭാരത്തിലിരിക്കുന്ന വ്യക്തികളോട്, ചില പൈശാചിക ശക്തികളെ, അത് പൈശാചിക ബന്ധനങ്ങൾ പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് നൽകുന്നു. നിൻ്റെ സാഹചര്യങ്ങളെ ഞാൻ മാറ്റി നിന്നെ ഉയർത്തും. നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ നിശ്ചയമായി നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ഞാൻ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ചില സഹോദരന്മാരോടും മാതാപിതാക്കളോട്
ചില സഹോദരി സഹോദരന്മാരോട്, അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ദൈവത്തെ നാൾതോറും മഹത്വപ്പെടുത്തുന്നവരായി, നാൾതോറും സ്തുതിക്കുന്നവരായി, നാൾതോറും പുകഴ്ത്തുന്നവരായി മാറ്റണം. കാരണം നമ്മെ നിത്യവും നടത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ നിത്യം പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ശക്തിയിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ ഫൈനാൻസിൻ്റെ മേഖലയിലോ അല്ല നമ്മൾ നടക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹാകൃപ, അവിടുത്തെ മഹാകാരുണ്യം നമുക്കും ദാവീദിനെ പോലെ അതെ നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവേ, അങ്ങ് വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചാരമത്രേ. തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തും. അവൻ്റെ മഹിമ അഗജത്വമത്രേ എന്ന് വച്ചാൽ ദൈവത്തിൻ്റെ മഹിമ അത് നമുക്ക് ചിന്തിക്കുവാൻ, അത് വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അവൻ്റെ മഹിമ അഗോചാരമത്രേ. തലമുറയോട് നീ ക്രിയകളെ പുകഴ്ത്തി നിൻ്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിൻ്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തിയ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി നടത്തിയ ആ ദൈവത്തെ നമ്മൾ ഓർക്കുന്നവരായി, ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അവിടെ നമ്മളെ വിടുവിക്കുന്നവനായ ആ ദൈവത്തെ, നമ്മളെ പരിപാലിച്ച ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നിശ്ചയമായി നിന്നെ ഉയർത്തിയ ദൈവത്തെ നീ മഹത്വപ്പെടുത്തിയാൽ, നീ ഈ വേദപുസ്തകത്തെ ഉയർത്തിയാൽ, ആ ദൈവത്തെ ഉയർത്തിയാൽ ആ ദൈവം നിന്നെ ഉയർത്തും, അവൻ നിന്നെ പരിപാലിക്കും, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പിറ്റേന്നാൾ അവൻ നൈൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷന്മാരുടെ കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷന്മാർ അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ മനോഭാവം ഇതാണ്. തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, തകർന്നിരിക്കുന്നവർക്ക് സമാധാനം പകരുന്ന ദൈവം, തകർന്നിരിക്കുന്നവർക്ക് ഏതവസ്ഥയാണോ അതിൽ നിന്ന് പുതുജീവൻ പകരുന്ന ദൈവം, തകർന്നിരിക്കുന്ന ഏത് വ്യക്തിയാണോ കടഭാരത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, നീ തകർന്നിരിക്കുന്ന ഏതവസ്ഥയാണോ, നീ കുടുംബത്തെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണോ നിന്നോട് ചേർത്തണയ്ക്കുന്ന ദൈവം, നീ ബിസിനസ് മേഖലയിൽ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ, നീ ജോലി മണ്ഡലം ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണോ, നീ ഒറ്റപ്പെട്ട അവസ്ഥയാണോ, അവിടെല്ലാം മനസ്സലിവ് കാണിക്കുന്ന ഒരു മനസ്സ്, ദയ കാണിക്കുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട. ഇന്ന് ചില കരയുന്ന വ്യക്തികളോട് ഈ പ്രോഗ്രാം കാണുമ്പോൾ കരഞ്ഞ് നാളെ എന്താകും, നാളെ എവിടെ പോകുമെന്ന് കരയുന്ന വ്യക്തിമണ്ഡലമേ, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി റീക്കൽ ബന ശംധ റുബൽ ഹദനഗസിയ, ആ വിധവയുടെ കണ്ണുനീര് തുടച്ച അതേ കർത്താവ് നിൻ്റെ കണ്ണുനീരും തുടയ്ക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ യഹോവയായ ദൈവമാണ്. നീ വിശ്വസിച്ചാൽ കണ്ണുനീരിലൂടെ ഇരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, പ്രിയ അഭിഷക്ത, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേൽ മനസ്സലിവുള്ള ദൈവമാണ് എൻ്റെ ദൈവം. കരുണയുള്ള ദൈവമാണ് എൻ്റെ ദൈവം. അവൻ സമാധാനം നൽകുന്ന ദൈവമാണ്.
ദൈവമാണ്. നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് നിരാശയിലിരിക്കുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില സഹോദരിമാരോട്, ചില മാതാപിതാക്കളോട്, ചില അഭിഷക്തന്മാരോട്, ചില കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആ വിധവയുടെ കണ്ണീർ തുടച്ച ദൈവം, ആ വിധയെ ആശ്വസിപ്പിച്ച ദൈവം, ആ ദൈവം നിങ്ങളെയും ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ആമേ എന്ന് പറഞ്ഞാൽ നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുവോ, കടഭാരമായിരിക്കാം, ഒറ്റപ്പെടുന്ന അനുഭവമായിരിക്കാം, ജോലി നഷ്ടപ്പെട്ട അനുഭവമായിരിക്കാം, റീബൽ ഷന്തന റിഗൽഭനഗസ്തിയ ബിസിനസ് മേഖല തകർന്ന അവസ്ഥയായിരിക്കാം, എന്നാൽ മക്കൾ നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം, മാതാപിതാക്കൾ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, പല അവസ്ഥയിൽ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, അതേ നൈൽ നിധിയിലെ റീബൽ ഷന്തര ആ മാതാവിനോട് മനസ്സലിവ് കാണിച്ച അതേ കർത്താവ് നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി നിന്നെ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുവോ അതിന്മേൽ നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി അബ്രഹാമിനെ ഉയർത്തിയ ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, അതേ ദൈവം നിന്നെയും അനുഗ്രഹിക്കുമെന്ന് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിന്റെ സാഹചര്യങ്ങളെ മാറ്റി, അസമാധാനങ്ങളെ മാറ്റി അവൻ നിനക്ക് സമാധാനവും സമൃദ്ധിയും നൽകുമെന്ന് ഈ കുടുംബത്തോട്, ഈ കാണുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട്, മാതാപിതാക്കളോട്, സഹോദരി സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോട്, ചില അഭിഷക്തന്മാരോട് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. റീകുൽ ഷന്തോ റീബൽ ഹന്തോ റിയാൻസിയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമന്നിരിക്കുന്നവർ നിന്ന് ബാല്യക്കാരും എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു മാതാവിന് ഒരു ഏകമകൻ മാത്രമേയുള്ളൂ. എന്നാൽ വിധവയായ മാതാവായിരുന്നു. തൻ്റെ മകൻ മരിച്ചുവെങ്കിലും തൻ്റെ ആശ്രയം മകനിലായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു തൻ്റെ മകനിലുള്ള പ്രതീക്ഷ. തൻ്റെ ഭർത്താവില്ലാത്ത അവസ്ഥ, തനിക്ക് ആകെയുള്ള ആശ്രയം തൻ്റെ മകൻ. തൻ്റെ മകൻ മരിച്ചപ്പോൾ ഒരു മാതാവിനെ സംബന്ധിച്ചോളം മനസ്സ് തകർന്ന അവസ്ഥയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് പോകുവാൻ ഒരു വഴി, എന്തിനാ ജീവിക്കണമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ ആ മാതാവ് തൻ്റെ മകൻ്റെ മരണത്തിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന ഒരു മാതാവിൻ്റെ മുന്നിൽ കർത്താവ് വന്ന് അത് മനസ്സലിവ് കാണിച്ച ഒരു കർത്താവിനെ, മഹാദയ കാണിച്ച ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, ആ കർത്താവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും, നീ കണ്ണുനീരോടെ ഇരിക്കുകയാണോ, പ്രയാസത്തോടെ ഇരിക്കുകയാണോ, അസമാധാനത്തോടെ ഇരിക്കുകയാണോ, നിശ്ചയമായി ആ കർത്താവ് നിൻ്റെ ഭവനത്തിലും വന്നു അവൻ ഇന്ന് നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. ആമേന്ന് ആര് പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും, അതിശയത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നപ്പോൾ ഈ മഞ്ചം ചുമന്നവർ പേടിച്ച് ഭയന്നവർ ഓടിപ്പോവാൻ ഇടവന്നു. മഞ്ചത്തെ താഴെ ഇറക്കിയിട്ട് അവർ ഓടിപ്പോകുവാൻ ഇടവന്നു. എൻ്റെ യേശു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ മാതാവേ, എൻ്റെ യേശു നിൻ്റെ ജീവിതത്തിൽ തൊട്ടാലുണ്ടല്ലോ, നിൻ്റെ മരിച്ചവസ്ഥകളെ മാറ്റി അവൻ പുതുജീവനെ പകരുന്ന ദൈവമാണ്, നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. എൻ്റെ യേശു നിൻ്റെ ഭവനത്തിൽ തൊട്ടാലുണ്ടല്ലോ, ദേശക്കാരറിയും അവ യേശുവുള്ള ഭവനമാണെന്ന്. എൻ്റെ യേശു നിൻ്റെ മഞ്ചത്തിൽ, നിൻ്റെ ജീവിതത്തിൽ തൊട്ടാൽ, നിൻ്റെ കുടുംബത്തിൽ തൊട്ടാൽ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തൊട്ടാൽ, നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ തൊട്ടാൽ, നിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ തൊട്ടാൽ, നിൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ തൊട്ടാൽ, നീ ദേശത്തറിയും നീ യേശുവിൻ്റെ പൈതലാണ്, നീ യേശു തൊട്ട വ്യക്തിയാണെന്നറിയും. കാരണം അവൻ സമൃദ്ധി നൽകുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അവൻ നേർവഴിക്ക് നടത്തുന്ന ദൈവമാണ്. റീബൽ ഷംദൂറി ഗൽഷ്യാരിയന.
ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഭയം പിടിച്ച്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുമെന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വീകരിച്ച് അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പകരുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്കും ജീവിതത്തിൽ ദൈവത്തെ പുകഴ്ത്തി പറയുവാൻ, അവൻ്റെ വീരപ്രവൃത്തികളെ നമുക്ക് പറയുവാൻ സാധിക്കും. ദാവീദ് പറയുകയാണ്, നിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിൻ്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിൻ്റെ ഭയങ്കര പ്രവൃത്തിയുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിൻ്റെ മഹിമയെ വർണ്ണിക്കും. നമുക്ക് ദൈവത്തിൻ്റെ മഹിമയെ വർണ്ണിക്കുന്നവരായി, ദൈവം ചെയ്ത നന്മകളെ നമ്മൾ 10 പേരോട് പറയുന്നവരായി മാറണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ നീ ഉയർത്തുമ്പോൾ നിശ്ചയമായി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ദാവീദിന് പറയുവാനുള്ള ഇതാണ്, എൻ്റെ ദൈവവുമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ദാവീദിനെ പോലെ ദൈവത്തെ നീ ഉയർത്താൻ ഇന്നൊരു തീരുമാനമെടുത്തിയാൽ നിശ്ചയമായി നിന്നെ ഉയർത്തുന്ന, നിന്നെ പുലർത്തുന്ന, നിന്നെ നടത്തുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ്റെ നാമത്തെ നീ എന്നേക്കും വാഴ്ത്തിയാൽ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അതിൻ്റെ 7-ാം വാക്യം, അവർ നിൻ്റെ വലിയ നന്മയെ പ്രസ്താവിക്കും, നിൻ്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എൻ്റെ ദൈവം കൃപയുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. നിൻ്റെ കടും ചുമപ്പുള്ള പാപം ലോകക്കാർ നിന്നെ ഒറ്റപ്പെടുത്തുമെന്നുവെങ്കിലോ, നീ ആ കർത്താവിനെ എവിടെ ഇരിക്കുന്നുവോ, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപത്തെ കഴുകണമെന്ന് നീ വിളിച്ചു പറഞ്ഞാൽ നിശ്ചയമായി നിൻ്റെ പാപത്തെ പോക്കുന്ന ദൈവം. കർത്താവേ, നീ എൻ്റെ പാപത്തിനു വേണ്ടി ഞാൻ തകർക്കപ്പെടേണ്ടിടത്ത്, ഞാൻ ഇല്ലാതാകേണ്ടവൻ്റെ, ഞാൻ നിന്ദിക്കപ്പെടേണ്ടിടത്ത്, ഞാൻ ക്രൂശിക്കപ്പെടേണ്ടിടത്ത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ് കർത്താവേ അങ്ങ് ക്രൂശിൽ മരിച്ചത്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ കടും ചുമപ്പായ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് രക്തം ചീന്തിയത്. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ, അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ, കർത്താവേ, അങ്ങ് ഇന്നെൻ്റെ രക്ഷകനും നാഥനെയുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് പാപമോചനവും രക്ഷയും നൽകുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം സൃഷ്ടിച്ച സകല പ്രവൃത്തികളോടും അവൻ കരുണ തോന്നുന്ന ദൈവമാണ്, നമുക്ക് കൃപ നൽകുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവേ, നീ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിൻ്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. നമ്മൾ ദൈവത്തെ വാഴ്ത്തുന്നവരായി മാറണം. ദാവീദ് പറയുകയാണ്, യഹോവേ, നിൻ്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിൻ്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ദൈവത്തെ വാഴ്ത്തുന്നവരായി, ദൈവത്തെ ഉയർത്തുന്നവരായി മാറണം. അങ്ങനെ ചെയ്താൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും.
നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഈ വചന മുഖാന്തരം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. വചനമായി കേട്ടു കർത്താവ്, കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ അന്ധകാര ശക്തികളെ മാറട്ടെ. കേട്ട വചനങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് കർത്താവെ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം ജീവിതത്തിൽ കുറവുകളുണ്ടോ അത് സമർപ്പിക്കുന്നവരായി മാറിയ കർത്താവെ, കേട്ട വചനം ഓരോ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടട്ടെ. അനേക കുടുംബങ്ങളെ കർത്താവ് വിടുവിച്ചതിനായി, അനേകർക്ക് അവിടുന്ന് മനസ്സലിവ് കാണിച്ചതിനായി, അനേകരോട് കാരുണ്യം കാണിച്ചതിനായി, അനേകരോട് കർത്താവ് നീ സ്നേഹം കാണിച്ചതിനായി, അനേകരെ നീ വിടുവിച്ച കൃപയ്ക്കായി എല്ലാത്തിനും കർത്താവെ നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. വചനം കേട്ട ഓരോരുത്തരുടെ ജീവിതത്തിൽ കേട്ട വചനം അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടവരട്ടെ. കുടുംബങ്ങളുടെ ശാപങ്ങളെ, രോഗാവസ്ഥകളെ, അസമൃദ്ധിയെ, സമാധാനമില്ലായ്മയെല്ലാം മാറ്റി ഓരോ കുടുംബത്തിന് സമാധാനത്തെയും സമൃദ്ധിയും നൽകിയതിനായി കർത്താവെ, കടഭാരത്തെ മാറ്റുവാൻ അവിടുന്ന് പുതുവഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കേട്ട വചനങ്ങൾ അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാബല്യമാക്കുവാൻ, അത് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ, ദൈവവചനത്തെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവർക്ക് കൃപ നൽകണം. കേട്ട എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഈ പ്രവർത്തനത്തിലും നിങ്ങളുടെ സഹകരണവും എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണവും എല്ലാം ഉണ്ടാകണം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.